ഹലോ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കോൺസെപ്റ്റ് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് സ്കോർ വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കാതെ കുറച്ച് മനസ്സിലാക്കി എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് കിട്ടില്ല. ടോപ്പ് മാർക്ക് കിട്ടുന്നത് കോൺസെപ്റ്റ് മനസ്സിലാകുമ്പോഴാണ്. കാരണം എന്താ അറിയോ, എക്സാമിന് നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യങ്ങളൊന്നും ചോദിക്കണമെന്നില്ല. ഒരു പകുതി ചോദ്യങ്ങളും കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് വയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് ആൻസർ കണ്ടെത്തണമെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റുകളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് ഇന്ന് നമ്മൾ എടുക്കുന്നത്, ഈ വീഡിയോയിൽ പറയുന്നത് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ നമ്പർ 3 ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. ഈ ഒരു ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പകുതി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻസ് ഗ്രാഫിക്കലി. അതായത് ഗ്രാഫ് വരച്ചിട്ട് ആൻസർ കണ്ടെത്താനാണ് പറയുന്നത്. എന്താ ചോദ്യം നോക്കിക്കോ. 10 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 took part in a maths quiz. എത്ര സ്റ്റുഡൻസ് ആണ്? 10 കുട്ടികൾ മാത്സ് ക്വിസിൽ പങ്കെടുത്തു. ഫിക്സ് ആയില്ലേ, 10 കുട്ടികൾ. അപ്പൊ ടോട്ടൽ കുട്ടികൾ എത്രയാണ്? 10. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 more than number of boys, find the number of boys and girls took part in the quiz. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും. അപ്പോൾ ഒബ്വിയസ്ലി എന്തില്ല, നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും എത്രയാണെന്ന് തന്നിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഒരു ക്ലൂ ഉണ്ട്. എന്താണ് ആ ക്ലൂ? നമ്പർ ഓഫ് ഗേൾ ഈസ് 4 more than നമ്പർ ഓഫ് ബോയ്സ്. ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണ്. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ എത്ര കൂടുതലാണ്? 4 പെൺകുട്ടികൾ കൂടുതലാണ്. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 ഗ്രാഫ് ഉണ്ടാക്കണം. എന്നിട്ട് എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ആക്ച്വലി നമുക്കിത് മൈൻഡിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിക്കലി അത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ സൊല്യൂഷൻ കാണുകയാണ്. ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു, എന്തായിട്ട് എടുക്കാം? ബോയ്സ് എത്ര നമ്പർ ഓഫ് ബോയ്സ് ഉണ്ട് ഇവിടെ? അറിയില്ല. അറിയാത്തത് നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് എടുക്കാം. ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു, ആൺകുട്ടികൾ എക്സ് എടുത്ത ഗേൾസിന് എന്തായിട്ട് എടുക്കാം? വൈ ആയിട്ട് എടുക്കാം. വൈ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി 2 ഇക്വേഷൻസ് ഉണ്ടാക്കണം അല്ലെ? എങ്ങനെയാ നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കുക? ഇപ്പൊ നമുക്ക് ബോയ്സിന് എന്തായിട്ട് കിട്ടി? എക്സ് ആയിട്ട് കിട്ടി. ഗേൾസിന് എന്തായിട്ട് കിട്ടി? വൈ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് അടുത്തതായി എന്ത് എഴുതാം? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദി എബോവ് ഈസ്, എന്തായിട്ട് എഴുതാം? ആദ്യമായിട്ട് നമുക്ക് എന്ത് കണ്ടീഷനൊക്കെ അറിയാം? ഒന്ന്, നമ്പർ ഓഫ് ബോയ്സ്, അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടോട്ടൽ എണ്ണം എത്രയാണ്? 10 ആണ് അല്ലെ? അപ്പോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. ഇനി അടുത്തതായിട്ട് എന്താണ്? പിന്നെ ഒരു അടുത്ത കണ്ടീഷൻ തന്നെ എന്താണ്? നമ്പർ ഓഫ് ഗേൾ ഈസ് 4 more than നമ്പർ ഓഫ് ബോയ്സ്. അതായത് നമ്പർ ഓഫ് ബോയ്സ് എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 more than നമ്പർ ഓഫ് ബോയ്സ് ആണ്. അപ്പോൾ ഇത് നമ്പർ ഓഫ് ഗേൾസ് ആണ്. നമ്പർ ഓഫ് ഗേൾസ് എത്ര? ആൺകുട്ടികളെക്കാൾ എത്ര കൂടുതലാണ്? 4 കൂടുതലാണ് അല്ലേ? ഇത് ആൺകുട്ടികളെക്കാൾ 4 എണ്ണം കൂടുതലാണ് ആര്? നമ്പർ ഓഫ് ബോയ്സ്. അപ്പൊ എക്സ് പ്ലസ് 4 ഈക്വൽ ടു വൈ. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് നമ്മൾ എന്താ വേണ്ടേ? ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് പിന്നെ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് 2 ബോക്സ് ഉണ്ടാക്കാം അല്ലെ? 2 പോയിന്റ് മതി. എന്നാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ഇത് എക്സ് വൈ, ഇത് ഏത് ഇക്വേഷൻ്റെ? ആ മേലത്തെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. അപ്പോ ഇവിടെ നമുക്ക്
എക്സിന് ഒരു 1 കൊടുത്തു വിചാരിച്ചോ. അപ്പൊ y എത്രയാണ്? 1ഉം 9ഉം അല്ലേ 10 അല്ലേ? y 9 9. ഇനി എക്സിന് 9 കൊടുത്തു വിചാരിച്ചോ. എക്സിന് 9 കൊടുത്താൽ y എത്ര വരണ്ടേ? 9 പ്ലസ് എത്രയാണ്? 10. 9 പ്ലസ് 1 ആണ് 10 അല്ലേ? ഓക്കെ. അതായത് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് എത്രയാണ്? 10. 1 പ്ലസ് 9 അല്ലേ? അപ്പോൾ വൈക്ക് 9 കിട്ടി. ഇനി നമ്മൾ എക്സിന് 9 കൊടുത്തു കഴിഞ്ഞാൽ 9 പ്ലസ് എത്രയാ? 10. 1. വൈക്ക് 1 കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തത് y ഈക്വൽ ടു എക്സ് പ്ലസ് 4. y ഈക്വൽ ടു എക്സ് പ്ലസ് 4. ആക്ച്വലി ഇങ്ങനെ രണ്ട് കണ്ടീഷൻ തന്നാൽ, അതായത് ടോട്ടൽ കുട്ടികൾ 10 ആണ്, പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ 4 പേർ കൂടുതലാണ് എന്നൊക്കെ തന്നാൽ നമുക്ക് ഈ ഗ്രാഫിലാണ്ടും ഒന്ന് മൈൻഡിൽ ആൻസർ കണ്ടെത്താം, 2 വേറൊരു മെത്തേഡിൽ ആൻസർ കണ്ടെത്താം, 3 ഇങ്ങനെ ഗ്രാഫിലും ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇതൊരു വഴിയാണ്. ഓക്കെ, അതിന് ആൻസർ കണ്ടെത്താനുള്ള എത്രയാണ് ബോയ്സ് എത്രയാണ് ഗേൾസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് എടുക്കാം, വൈ എടുക്കാം. അപ്പോൾ എക്സ് 1 എടുത്തു വിചാരിച്ചോ. എക്സ് 1 ആകുമ്പോൾ വൈ എത്രയാ? 1 പ്ലസ് 4 ഈക്വൽ ടു 5 അല്ലേ? വൈ 5 ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് 5 എടുക്കാം. ഇങ്ങനെ ഈ 1ഉം 9ഉം 9 1 എടുക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് വേഗം എളുപ്പത്തിൽ വരക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഏത് വാല്യൂ എടുത്താലും പ്രശ്നമൊന്നുമില്ല. എക്സ് 5 എടുത്താൽ 5 പ്ലസ് 4 എത്രയാണ്? 9 ആണ് അല്ലേ? അപ്പോൾ വൈ 9 കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായി? 2 ഗ്രാഫുകൾ കിട്ടി. 2 ഗ്രാഫുകൾക്കുള്ള ഡാറ്റ കിട്ടി. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരാം. ഫസ്റ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 അല്ലേ? അപ്പോൾ എക്സ് എത്രയാണ് വരുന്നത്? എക്സ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ആക്സിസ് ഇതാണ്, വൈ ആക്സിസ് ഇതാണ്. ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂ, ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂ, ഇങ്ങോട്ടും നെഗറ്റീവ് വാല്യൂ. അപ്പോൾ എക്സ് 1 ആണ്. എക്സ് 1 ആകുമ്പോൾ വൈ എത്ര വരുന്നത്? 9 അല്ലേ? അപ്പോൾ 1 9 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും. എക്സ് 1 ആണ്, വൈ 9 ആണ്. ഇനി നമുക്ക് കിട്ടുന്നത് എക്സ് 9 ആണ്, വൈ 1 ആണ് അല്ലേ? എക്സ് 9 വൈ 1 എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലെ വരും അല്ലേ? 1ന്റെ നേരെയും എക്സ് 9ന്റെ നേരെ, വൈ മുകളിലോട്ട് 1ന്റെ നേരെ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 9 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഗ്രാഫിന്റെ ലൈന് കിട്ടി. ഇനി നമ്മൾ അതിനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് ഒരു ഗ്രാഫായി. പിന്നെ നമുക്ക് അടുത്തൊരു ഗ്രാഫും കൂടി കണ്ടുപിടിക്കണം അല്ലേ? അതിങ്ങനെ പോട്ടോ, ഇങ്ങനെ പോവും. ഇനി അടുത്ത ഗ്രാഫ്, ഇതിന് മേലെ വേണ്ട നമുക്ക് പേര് എഴുതാം, ഏത് ഗ്രാഫിന്റെ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ്. അടുത്തത് രണ്ടാമത്തെ ഗ്രാഫിന് എക്സ് 1 ആണ്, വൈ 5 ആണ്. എക്സ് ആക്സിസിൽ 1ഉം വൈ ആക്സിസിൽ 5ഉം കൂടി ചേരുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഇതിനെന്തൊക്കെ? 1 5. ഇനി അടുത്തത് എക്സ് 5 ആണ്, വൈ 9 ആണ്. എക്സ് 5 ആണ്, വൈ എത്രയാണ്? 9 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? അപ്പോൾ 5ഉം 1ഉം കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഏകദേശം ഇവിടെ എക്സാക്റ്റ് കിട്ടൂല, കാരണം ഞാനിത് ബോർഡ് എൻ്റെ ഗ്രാഫ് അല്ലല്ലോ, അതുകൊണ്ട് കിട്ടൂല. എന്നാലും ഏകദേശം ഓക്കെ. അപ്പോൾ എക്സ് 5 ആണ്, വൈ 9 ആണ്. ഓക്കെ, ഇതേതാണ്? ഇത് 1ഉം 5ഉം ആണ് അല്ലേ? 1ഉം 5ഉം. ഇനി നമുക്ക് അതിനെന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഗ്രാഫ് കിട്ടി. ഓക്കെ, 2 ഗ്രാഫ് കിട്ടി. ഒരു ഗ്രാഫിന്റെ പേരെന്തായിരുന്നു? ഇത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10ന്റെ ഗ്രാഫാണ്. രണ്ടാമത്തെ ഗ്രാഫ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 4ന്റെ ഗ്രാഫ്. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 4. അപ്പൊ ഈ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ. അത് എത്രയാണെന്നറിയോ? അത് വരുന്നത് എക്സിന്റെ വാല്യൂ 3ഉം വൈയുടെ വാല്യൂ 7ഉം 3 7. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 3. എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ബോയ്സ് അല്ലേ? 3. വൈ ഈക്വൽ ടു 7. ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ് 10 ആണ് അല്ലേ?
ഇവിടെ 10 കിട്ടിയില്ല, 3 7 10. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? പെൺകുട്ടികൾ ആൺകുട്ടികളേക്കാൾ 4 പേർ കൂടുതലാണ്. ആൺകുട്ടികൾ X ആണ്, പെൺകുട്ടികൾ Y ആണ്. അപ്പോൾ 3 4 അല്ലേ, 7 4 പേർ കൂടുതലല്ലേ. അപ്പോൾ X = 3 = number of boys, Y = 7 = number of girls. സിമ്പിൾ അല്ലേ? എന്താ നമ്മൾ ചെയ്തത്? ആദ്യം അറിയാത്ത വാല്യൂവിന് X ഉം Y ആയിട്ട് എടുക്കും, പിന്നെ കണ്ടീഷൻസ് എഴുതും. ഇവിടെ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട്, ഒരു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ 4 പേർ കൂടുതലാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 കണ്ടീഷൻ കൂടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യും? ബോക്സ് ഉണ്ടാക്കിയിട്ട് 2 ഇക്വേഷൻ ഓരോ ബോക്സ് ഉണ്ടാക്കിയിട്ട് 1 2 3 വാല്യൂസ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരക്കും, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഇന്റർസെക്റ്റിംഗ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ ആരെ കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈസി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ 1 എക്സസൈസ് 1.1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 1 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5 പെൻസിൽ ആൻഡ് 7 പെൻസ് കോസ്റ്റ് 50. അതായത് 7 പെൻസിലും 5 പെന്നും കൂടി എത്ര രൂപയാവും? 50 രൂപയാവും. ഓക്കെ, 7 പെൻസിലും 5 പെന്നും വാങ്ങിച്ചാൽ 50 രൂപ കൊടുക്കണം. അതേപോലെ തന്നെ 7 പെൻസിലും 5 പെന്നും വാങ്ങിച്ചാൽ 46 രൂപ കൊടുക്കണം. ഓക്കെ, 7 പെൻസിൽ ആൻഡ് 5 പെൻ ടുഗദർ 46. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് 1 പെൻസിൽ, കോസ്റ്റ് ഓഫ് 1 പെൻ എത്ര? മനസ്സിലായോ? അതായത് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തന്നിട്ടുള്ളത്. അതായത് 5 പെൻസിൽ 7 പെന്നും വാങ്ങിച്ചപ്പോൾ 50 രൂപ കൊടുക്കണം, 7 പെൻസിലും 5 പെന്നും വാങ്ങിച്ചപ്പോൾ 46 രൂപ കൊടുക്കണം. അപ്പോൾ പെന്നിന്റെ പെൻസിലിന്റെ വില എത്രയായിരിക്കും എന്നാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് കണ്ടെത്താൻ പറ്റും. പിന്നെ വേറെ മെത്തേഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പെന്നിന്റെ ഒരു പെൻസിലിന് എത്ര വില എന്ന് കണ്ടുപിടിക്കുന്നത് ഗ്രാഫ് വരച്ചിട്ടാണ്. 2 ഗ്രാഫ് വരക്കും. ഓക്കെ, 2 കണ്ടീഷൻ ഉണ്ട് ഇവിടെ. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ, യെസ്, ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനാണ് ഇത്. ഈ 2 കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? 2 ഗ്രാഫ് വരക്കും. ആ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആണ് ഇതിന്റെ ആൻസർ. എക്സിന് ഒരു വില കിട്ടും, വൈക്ക് ഒരു വില കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തൂടെ? ഒന്നാമത്തെ നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ എടുക്കാം. ലെറ്റ് കോസ്റ്റ് ഓഫ് 1 പെൻ ഈസ് ഈക്വൽ ടു എത്ര അറിയില്ലല്ലോ, അപ്പോൾ എക്സ് എടുക്കാം. ആൻഡ് കോസ്റ്റ് ഓഫ് 1 പെൻസിൽ ഈസ് ഈക്വൽ ടു വൈ എടുത്തു. ഓക്കെ, കോസ്റ്റ് ഓഫ് 1 പെൻ എടുത്തു, കോസ്റ്റ് ഓഫ് 1 പെൻസിലും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം? എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കണം? ഒരു ബോക്സ് ഉണ്ടാക്കണം, ഒരു ഫോർമുല ഉണ്ടാക്കണം, ഒരു ബോക്സ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫോർമുല ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. 5 പെൻസിൽ 7 പെൻസ് കോസ്റ്റ് ₹50 എന്നല്ല പറയുന്നത്. അപ്പോൾ 5 പെൻസിൽ എന്ന് പറയുമ്പോൾ എന്താണ്? വൈ അല്ലേ? 5y പ്ലസ് 7 പെൻ എന്ന് പറയുമ്പോൾ പെൻ എക്സ് അല്ലേ? എക്സ് ഈക്വൽ ടു 50. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കി, രണ്ടാമത്തെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ആദ്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, ഒരു ബോക്സ് വരച്ചിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കൊടുക്കുക, വൈ കൊടുക്കുക, എക്സ് കൊടുക്കുക, വൈ കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് വാല്യൂ വരിക എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്ന ആൻസർ നമ്മൾ നോക്കണം. നമ്മൾ മൈൻഡിൽ തന്നെ ഒന്ന് കണ്ടുപിടിക്കണം, അല്ല നമ്മൾ സമയം കൂടുതൽ പോകും. നമ്മളിവിടെ എക്സിന് 1 കൊടുത്തു വിചാരിച്ചോ. ഓക്കെ, ഒന്ന് ചിന്തിച്ചാൽ മതി. എക്സിന് 1 കൊടുത്തു വിചാരിച്ചോ. അപ്പോൾ ഇവിടെ 1 × 7 7 അല്ലേ? അപ്പോൾ വൈക്ക് എത്ര വരിക? ഇവിടെ 7 വന്നാൽ, ഇവിടെ 7 ഉണ്ടെങ്കിൽ ബാക്കി 43 വേണ്ട. 50 ആവണമെങ്കിൽ 5 × ഏതെങ്കിലും നമ്പർ 43 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എക്സിന് 1 കൊടുത്ത് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റില്ല. എക്സിന് 2 കൊടുത്ത് നോക്കിയാലോ? 2 × 7 14 അല്ലേ? 14 കൊടുത്താൽ 14 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 50 14 പോയാലും 36 അല്ലേ? 36. 5 × ഏതെങ്കിലും നമ്പർ 36 കിട്ടുമോ? ഇല്ല. അപ്പൊ രണ്ടും പറ്റൂല. 3 കൊടുത്ത് നോക്കാം.
3 കൊടുത്താൽ എന്ത് ചെയ്യാം? അല്ല, ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ഉണ്ട്. ഇവിടെ 0 കൊടുത്തു നോക്കാം. 7 × 0 0 അല്ലേ? ഈ ടേം മൊത്തം 0 ആയി. പിന്നെ ഇവിടെ 5 × 5y = 50 എന്നാണ്. അപ്പോൾ y എത്ര ആയിരിക്കണം? 5 × 10 = 50 അല്ലേ? അപ്പോൾ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ നമുക്ക് വൈക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഓക്കെ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ നമുക്ക് 10 കിട്ടും. മനസ്സിലായില്ലേ? എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. പിന്നെ 5y = 50 എന്ന് വരാം. അപ്പോൾ 5 × എത്രയാണ് 50? 10. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും കൊടുക്കാം. പക്ഷെ മൈൻഡിൽ തന്നെ കണ്ടുപിടിച്ചാൽ മതി, എളുപ്പത്തിൽ. അതാണ്. അപ്പോൾ നമ്മൾ 1 ഉം 2 ഉം ചെക്ക് ചെയ്തു. കാരണം എക്സിന് 1 വരുമ്പോൾ ഈ 1 × 7 7 അങ്ങോട്ട് പോകുമ്പോൾ 43 കിട്ടണം. 5 × ഒരു നമ്പർ 43 ഇല്ല. 2 കൊടുക്കുമ്പോൾ 14 വരും അല്ലേ? 7x എന്ന് പറയുമ്പോൾ 7 × 14. 14 അങ്ങോട്ട് പോകുമ്പോൾ എത്രയാവും? നിങ്ങൾക്ക് ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് എന്താവുമെന്ന് അറിയോ? കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 5y = 50 - 7x എന്നതാ അല്ലേ? എഴുതി കൂടെ? ഈ +7x വലത്തോട്ട് കൊണ്ടുപോയി. അപ്പം -7x ആയി. ഇത് നമുക്ക് വേഗം മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് 0 കൊടുത്തു. 7 × 0 0 അല്ലേ? 0. പിന്നെ ഇവിടെ 50 ഉണ്ട് അല്ലേ? 5y = 50. അപ്പോൾ y = 50 / 5 = 10. അങ്ങനെ വരിക. ഇക്വേഷൻ വൈസ് നമ്മൾ എഴുതും അങ്ങനെ വരിക. നമ്മൾ ജസ്റ്റ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 0 കിട്ടി, 10 കിട്ടി. ഇനി അടുത്ത വാല്യൂ 2 കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല, 3 കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല അല്ലേ? 3 കൊടുക്കുമ്പോൾ എന്താ വരിക? ഇവിടെ 21 വരും അല്ലേ? 7 × 3 21. 50 ന്ന് 21 കുറച്ചാൽ 29. 5 × ഒരു നമ്പറും 29 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുത്ത് നോക്കാം? 4 നോക്കാം. 7 × 4 28. 50 ന്ന് 28 കുറച്ചാൽ എത്ര വരിക? 22 അല്ലേ? 5 × ഒരു നമ്പർ 22 ഇല്ല. അപ്പോൾ ഇനി നമുക്ക് എത്ര കൊടുക്കാം? 5 കൊടുത്ത് നോക്കാം. 5 എളുപ്പം വരാൻ സാധ്യത ഉണ്ട്. 7 × 5 എക്സിന് 5 കൊടുക്കുന്നത്. 7 × 5 35 അല്ലേ? 50 - 35 എന്ന് പറയുമ്പോൾ എത്രയാ? 15 വരും. 5 × എത്രയാണ് 15? 5 × 3 5 × 3 ആണ് 15 അല്ലേ? അപ്പോൾ എക്സിന് 5 കൊടുക്കുന്ന സമയത്ത് നമുക്ക് വൈക്ക് എത്ര വാല്യൂ കിട്ടുന്നത്? വൈ എത്ര ആയിരിക്കണം അന്നേരം? എക്സിന് 5 കൊടുക്കുവാണേ. 7 × 5 35 അല്ലേ? 50 - 35 = 15. 5y = 15. അപ്പോൾ y എത്ര ആയിരിക്കണം? 5 × എത്രയാണ് 15? 3 ആയിരിക്കണം അല്ലേ? 3 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ കണ്ടുപിടിക്കുക അല്ലേ? അവിടെ അങ്ങോട്ട് എത്തിപ്പോയി ഒരു വരച്ചിട്ട് എന്ത് ചെയ്യുക? അടുത്ത് കണ്ടുപിടിക്കുക. 7 പെൻസിൽ എന്ന് പറയുമ്പോൾ 7 പെൻസിലിന് ആരായിരുന്നു? y. 7y + 5 പെൻ. 5 പെൻ എന്ന് പറയുമ്പോൾ 5x അല്ലേ? പെന്നിന് x അല്ലേ? = എത്ര കിട്ടുന്നത്? 46. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? നമുക്ക് ഒരു എക്സിന് അങ്ങോട്ട് വിടാം. 7y = 46 - 5x. 46 - 5x. ഇനിയും സ്റ്റെപ്പ് ഉണ്ട്. വേണമെങ്കിൽ y = 46 - 5x/7 എന്നൊക്കെ ഇടാം. പക്ഷെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവണ്ട. നമുക്ക് ഇങ്ങനത്തെ ആൻസർ കിട്ടും നോക്കാം. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തു വിചാരിച്ചോ. എക്സിന് 0 കൊടുത്താൽ ഈ ടേംസ് മൊത്തം എന്തായി? 5 × 0 0. ഈ ടേംസ് മൊത്തം 0 ആയി അല്ലേ? അപ്പോൾ 7y = 46 എന്ന് കിട്ടും. 7 × ഒരു നമ്പറും 46 ഇല്ല അല്ലേ? അപ്പോൾ 0 കൊടുക്കാൻ പറ്റില്ല. ഇനി 1 കൊടുത്തു നോക്കാം. 5 × 1 5. 46 ന്ന് 5 കുറച്ചാൽ 41 അല്ലേ? 7 × ഒരു നമ്പറും 41 ഇല്ല. അപ്പോൾ 1 പറ്റൂല. ഇതൊരു ട്രയൽ ആൻഡ് എററിൽ കണ്ടെത്തലാണ് കേട്ടോ. 2 കൊടുത്തു നോക്കാം. 5 × 2 10 അല്ലേ?
46 10 വർഷം 36. 7ന്റെ ടേബിളിൽ 36 ഇല്ല. 7 ഇൻറ്റു ഒരു നമ്പറും 36 ഇല്ല. അപ്പോൾ ഇനി നമ്മൾ എത്ര കൊടുക്കുക? 3 കൊടുത്തു നോക്കാം. 5 ഇൻറ്റു 3 15 അല്ലേ? 46 15 കുറച്ചാൽ എത്ര വരും? 31. 7 ഇൻറ്റു 7ന്റെ ടേബിൾ 31 ഇല്ല. 4 കൊടുത്തു നോക്കാം. 4. 5 ഇൻറ്റു 4 20. 46 20 കുറച്ച് കഴിഞ്ഞാൽ 26. 7 ഇൻറ്റു ഒരു നമ്പർ 26 ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തത് 5 കൊടുത്തു നോക്കാം. 5 ഇൻറ്റു 5 25. 26 25 കുറച്ചാൽ എത്രയാ? 21 അല്ലേ? അപ്പം കിട്ടും. 21 കിട്ടും അല്ലേ? ഇത് 26, ഇത് 25. 46 25 കുറച്ചാൽ 21 അല്ലേ? 7 ഇൻറ്റു എത്രയാണ് 21? 7 ഇൻറ്റു 3 ആണ് 21. അപ്പോൾ നമുക്ക് എക്സ് 5 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ കോളാണ്. ഇത് പുതിയ കോളം എക്സ് വൈ. എക്സ് 5 ആകുമ്പോൾ വൈ എത്ര വരുന്നത്? 3 വരും അല്ലേ? അപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 5 ഇനി എക്സ് എത്രയാണ്? എക്സ് 6 വരുമ്പോൾ നോക്കാം അല്ലേ? എക്സ് 6 വരുമ്പോൾ 5 ഇൻറ്റു 6 30. 46 30 കുറച്ചാൽ 16. 7ന്റെ ടേബിൾ 16 ഇല്ല. എക്സ് 7 കൊടുത്ത് നോക്കിയാൽ 7 5 35. 46 35 കുറച്ചാൽ 11. 7ന്റെ ടേബിൾ 11 ഇല്ല. ഇനി 8 കൊടുത്ത് നോക്കാം. 5 8 40. 46 40 കുറച്ചാൽ 6. 6 എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മൈനസ് നമ്പർ കൊടുത്ത് നോക്കാം. 5 ഇൻറ്റു -1 ഈക്വൽ ടു -5. ഓക്കെ, -5. 46 -5 46 + 5 51. 7ന്റെ ടേബിൾ 51 ഇല്ല. ഇനി -2 കൊടുത്ത് നോക്കാം. 46 -10 എന്ന് പറയുമ്പോൾ 56. ഓക്കെ, അത് വരുന്നുണ്ട്. -2 കൊടുക്കുമ്പോൾ 5 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -10. 46 -10 എന്ന് പറയുമ്പോൾ 46 + 10 ഈക്വൽ ടു 56 വരും. അപ്പോൾ 7 ഇൻറ്റു എത്രയാണ് 56? 7 ഇൻറ്റു 8 ആണ് 56. അപ്പോൾ എക്സിന് -2 കൊടുക്കുമ്പോൾ നമുക്ക് y എത്ര കിട്ടുക? 8 കിട്ടും അല്ലേ? 8 കിട്ടും. ഇങ്ങനെ നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെ വേണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതിയാലും നമുക്ക് ഓരോ നമ്പറായിട്ട് കൊടുത്തു നോക്കേണ്ടി വരും. എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഗ്രാഫ് ഇവിടെ വരക്കാം. ഒന്നാമത്തെ ഗ്രാഫ് എന്താ? എക്സ് 0 ആകുമ്പോൾ y 10 ആണ്. എക്സ് 0 ആകുമ്പോൾ y ആരാണ്? 10 ആണ്. എക്സ് 0 എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ? ബേസിൽ കിടക്കും. y 10 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? 0 10. എക്സ് 0 ആണ്, y 10 ആണ്. അടുത്താരാണ്? എക്സ് 5 ആണ്, y 3 ആണ്. എക്സ് എന്ന് പറയുമ്പോൾ 5, y എന്ന് പറയുമ്പോൾ 3 എന്ന് വെച്ചാൽ മേലോട്ട് പോകും അല്ലേ? ഇവിടെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 5. ആദ്യം എക്സിൻ്റെ വാല്യൂ എഴുതണം കേട്ടോ. 5 3 കിട്ടി. ഇനി നമുക്ക് അതിനെ കണക്ട് ചെയ്താൽ നമ്മുടെ ആദ്യത്തെ ഗ്രാഫ് അവിടെ കിട്ടി. ഇതിനെ കണക്ട് ചെയ്യാം. പൊതുവെ കുറച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂസ് കിട്ടലുണ്ട്. ഇത് കുറച്ചൊരു ടഫാണ് കണ്ടുപിടിക്കാൻ. ടഫല്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അടുത്തത് എന്താണ്? 5ഉം 3 അല്ലേ? എക്സ് 5 ആണ്, y എന്താണ്? അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഒന്നാമത്തെ കണ്ടുപിടിച്ചു. രണ്ടാമത്തത് എക്സ് 5 ആണ്, y 3 ആണ്. എക്സ് 5 ആണ്, y 3 ആണ്. അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടി അല്ലേ? 5 3 സെയിം കിട്ടി. പിന്നെ എക്സ് -2 ആണ്, y എന്താണ്? 8 ആണ്. എക്സ് -2 ആണ്, y 8 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും -2, 8. ഇത് നമുക്ക് ഒരു പോയിന്റ് ഇവിടെ ആയിരുന്നില്ലേ? നമ്മുടെ 5 3 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കണക്ട് ചെയ്യാം. ഇതിങ്ങനെ ഒരു വര വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് ഗ്രാഫും കിട്ടി കേട്ടോ. ഒന്നാമത്തെ ഗ്രാഫിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 5y + 7x
ഈക്വൽ ടു 50. രണ്ടാമത്തെ ഗ്രാഫിൻ്റെ എന്തായിരുന്നു? 7y plus 5x ഈക്വൽ ടു 46. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 5ഉം 3ഉം അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഹിയർ x ഈക്വൽ ടു 5, y ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കോ, x5 എന്തിൻ്റെ വിലയാണ്? 5. പെന്നിൻ്റെ വില 5 ആണ്. പെൻസിലിൻ്റെ വില എത്രയാണ്? പെൻസിലിൻ്റെ വില 3 ആണ് അല്ലേ? അപ്പോൾ ഇക്വേഷനിൽ ഇട്ട് നോക്കിയല്ലേ, വൈയുടെ വില 3 അല്ലേ? 5 × 3 15, 5 × 3 15 പ്ലസ് 7 × x എത്രയായിരുന്നു? 5 അല്ലേ? 7 × 5 35 ഈസ് ഈക്വൽ ടു 50. ആൻസർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിലും രണ്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം. സംഗതി വളരെ സിമ്പിൾ ആണ്. പക്ഷേ ചില ഗ്രാഫിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ട്രയൽ ആൻഡ് എറർ നടത്തേണ്ടി വരും. ഏത് നമ്പർ ഇട്ടാലാണ്, ഏത് എക്സ് ഇട്ടാലാണ് വൈ കിട്ടുക എന്നുള്ളത് കുറച്ച് നമ്മൾ മെനക്കെട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1ലെ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞു.